ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരുന്നൊരു വാർത്തയായിരുന്നു അപ്സരയെ ജാസ്മിൻ തല്ലി. അനന്തരം ബിഗ് ബോസ് തന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റുകയും സഹമത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തു എന്നുള്ള കാരണത്താൽ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ജാസ്മിന് തുടരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തന്റെ കണ്ണു കെട്ടി തന്നെ പുറത്താക്കി എന്നുള്ള വാർത്ത. വലിയൊരു കൂട്ടം അപ്പോൾ തന്നെ അത് ആഘോഷമാക്കി മാറ്റി. ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഞെട്ടലോടുകൂടിയായിരുന്നു ഈ വാർത്ത അത് സത്യമാണോ മിഥ്യയാണോ എന്നറിയുവാൻ വേണ്ടി ഇന്നത്തെ ലൈവിന് വേണ്ടി കാത്തിരുന്നത്. ഇന്നത്തെ ലൈവിൽ രാവിലെ മുതൽ പാട്ട് കച്ചേരി നടക്കുകയാണ്. രാവിലെ മുതൽ എന്ന് പറയുന്നത് തെറ്റാണ്. ഇന്നലെ മുതലേ പാട്ട് കച്ചേരി തുടങ്ങിയതാണ്. മലയാളത്തിലും തമിഴിലുമുള്ള പഴയതും പുതിയതുമായ എല്ലാ പാട്ടുകളും കുറഞ്ഞതൊരു 3 റൗണ്ടെങ്കിലും ആവർത്തിച്ച് അവിടെ പാടിക്കൊണ്ടേയിരിക്കുകയാണ്. ശ്രീധുവിന്റെ അമ്മ വന്നപ്പോൾ ശ്രീധുവിനോട് പറഞ്ഞിരുന്നു, നിനക്ക് നന്നായിട്ട് പാട്ട് പാടാൻ അറിയാമല്ലോ, അതുകൊണ്ട് നീ ഇവിടെ പാട്ടൊക്കെ പാടി ആ ടാലന്റുകളൊക്കെ പുറത്തു കൊണ്ടുവരണമെന്ന്. അമ്മ പോയപ്പോൾ മുതൽ ശ്രീധു എവിടേക്ക് തിരിയുന്നോ അവിടെയെല്ലാം പാട്ടാണ്. അത് കേൾക്കുന്ന ആൾക്കാർ കൂടെ ജോയിൻ ചെയ്യുന്നു, തുടർന്ന് കൂട്ടപ്പാട്ടായി മാറുന്നു. ഒടുവിൽ അറിയുവാൻ കഴിഞ്ഞ അപ്ഡേറ്റ് ഇങ്ങനെയാണ്, ഇവരുടെയൊക്കെ ആരാധകർ ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ ലൈവ് ഓഫ് ചെയ്തിട്ട് ഓടി രക്ഷപ്പെടുകയാണ് അത്രേ. വേറെ കണ്ടന്റുകളൊന്നുമില്ല ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെ ഈ മരണപ്പാട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ലൈവിൽ എല്ലാ സമയത്തും. ഇന്ന് രാവിലെ മുതൽ അവിടെ പാട്ട് ആരംഭിച്ചു. ആ പാട്ടിനകത്ത് അപ്സരയും ജാസ്മിനുമായിരുന്നു ലീഡ് ചെയ്തുകൊണ്ടേയിരുന്നത്. നിർഭാഗ്യവശാൽ പാട്ടിനിടയിൽ ഒരു ചെറിയ ഇടവേള അനുവദിക്കപ്പെട്ടു. ആ സമയത്ത് ഇരുവരും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുവാൻ കാരണങ്ങളൊന്നുമില്ല. അവിടെ നടക്കുന്ന ചില പ്രശ്നങ്ങളും നടന്നതായ ചില പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കവേ അപ്സര പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ആർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ചോദിക്കാനും പറയാനും ഒക്കെ എല്ലാവർക്കും വലിയ ആവേശമാണ്. പക്ഷേ അപ്സരയുടെ കാര്യം വരുമ്പോൾ മാത്രം ഒരാൾ പോലും ഇതിനിടയ്ക്കൊന്ന് ഇടപെടുവാനോ എൻ്റെ ഭാഗം സംസാരിക്കാനോ തയ്യാറായിട്ടില്ല. അത് കേട്ടപ്പോൾ ജാസ്മിന് ദേഷ്യം വന്നു. അങ്ങനെ ചോദിച്ചിട്ടില്ലേ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്സരയ്ക്ക് വേണ്ടി ശരണ്യ സംസാരിച്ചിട്ടുണ്ട്, കൂടാതെ റസ്മിൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അപ്സര ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു പ്രാവശ്യമെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ്, എന്തു വിഷയത്തോടുള്ള ബന്ധത്തിലാണ്? ജാസ്മിൻ പറയുന്നു, 10-70 ദിവസമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ആദ്യ സമയം മുതൽ ഇവിടെ നടന്ന പ്രശ്നങ്ങളും അതിനകത്ത് എന്തൊക്കെ ആരൊക്കെയാണ് സംസാരിക്കാൻ വന്നതെന്നും ഓർത്തിരിക്കുന്നുണ്ടോ ചേച്ചി എന്ന് പറഞ്ഞ് അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഗംഭീര വഴക്ക്. ഏകദേശം 1/4 മണിക്കൂറോളം ലൈവിൽ ഈ വഴക്ക് തന്നെയാണ് കാണിച്ചു കൊണ്ടിരുന്നത്. പ്രേക്ഷകരിങ്ങനെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്, എപ്പോഴാണ് അടി പൊട്ടുക എന്ന്. കാരണം ഇന്നലെ അടി പൊട്ടിയതിൻ്റെ വാർത്തയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് നിമിഷവും ജാസ്മിൻ അപ്സരയുടെ തലതല്ലി പൊളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്ന മുഴുവൻ ആൾക്കാരെയും നിരാശപ്പെടുത്തി കളഞ്ഞു. അടുത്തിരുന്നു കൊണ്ട് വളരെ ശക്തമായവർ വാക്പോര് നടത്തിയെങ്കിലും പരസ്പരം ഒന്ന് ദേഹത്ത് തൊടുകയോ എന്തെങ്കിലും മോശമായ ആംഗ്യം കാണിക്കുകയോ ഒന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല. എങ്കിലും ഇപ്പോഴും ആൾക്കാർ കാത്തിരിക്കുകയാണ്. ഇന്നലെ ഈ അടി നടന്നു എന്ന് പറയുന്നതിനോടുള്ള ബന്ധത്തിൽ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബിയെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആൽബി അവിടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ പ്രശ്നം നടന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനോട് ആൽബിയാണ് കംപ്ലൈന്റ് ചെയ്തത്. ആൽബിയുടെ കംപ്ലൈന്റിൻ പ്രകാരമാണ് ജാസ്മിനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കിയത് എന്നും കൂടി കേട്ടിരുന്നു. എന്തായാലും ആൽബിയും അപ്സരയുടെ അമ്മയും ഒന്നും ഇതുവരെ ആ വീടിനകത്ത് കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുൻപോട്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ രാവിലെ നടന്ന ഗംഭീര അടിക്കകത്ത് നമ്മൾ പ്രതീക്ഷിച്ചതും കാണാൻ ആഗ്രഹിച്ചതുമായ കാര്യങ്ങൾ ഒന്നും തന്നെ വന്നില്ല. നിരാശയായിരുന്നു ഫലം. ഒരുപക്ഷെ PR വർക്കേഴ്സ് പർപ്പസ്ലി മെനഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയാകുവാനും സാധ്യതയുണ്ട്. കാരണം ഈ നോമിനേഷനിലൊക്കെ ജാസ്മിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നു നിൽക്കുകയല്ലേ. അപ്പോൾ ജാസ്മിനെ അടിച്ചു, ജാസ്മിനെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരിൽ കുറച്ചുപേർ ഇനിയിപ്പോൾ ജാസ്മിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നിയാലോ, അങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയായിരിക്കാം ഇത്തരത്തിൽ ഉള്ള ഒരു പരിപാടി ആവിഷ്കരിച്ചത് എന്നും ചിന്തിക്കാം. എന്തായാലും നമുക്ക് നോക്കാം, ആൽബിയും ഒക്കെ വന്നതിന് ശേഷം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.